ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വിശേഷം നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ രാവിലത്തെ റൊട്ടീൻസാണ്. അവൾ രാവിലെ ഒരു 8:30 ഉറക്കം എണീറ്റാൽ പിന്നെ ഭയങ്കര കളിയും, ചില ദിവസങ്ങളിൽ നല്ല മൂഡ് ഓഫും ആയിരിക്കും. 8:30 എണീറ്റാലും കുറേ നേരം കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തത് പിന്നീട് ആൾ ഒന്നും കൂടെ ഉറങ്ങും. ആ ഒന്നിറങ്ങി എണീറ്റിട്ടാണ് പിന്നെ അവളുടെ കുളിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. കുളിക്കുന്നതിന് മുമ്പ് കുറേ നേരം മാറ്റിക്കൊണ്ട് കിടത്തും. ആ കിടക്കുന്ന സമയത്ത് എണ്ണ തേക്കാൻ കിടക്കുന്ന സമയമാണത്. ആ സമയമാണ് വീണ്ടും കളിയും ബഹളമൊക്കെ. എപ്പോഴും പിന്നെ കളിക്കും ബഹളമൊന്നും കാണത്തില്ല. ആ കുറേ നേരത്തെ കളിക്ക് ശേഷം എണ്ണയൊക്കെ എണ്ണ തേക്കുന്ന സമയത്താണ് ആൾ ഈ ലോകം മൊത്തം അറിയിക്കും അവളെ കുളിപ്പിക്കാൻ പോകുമെന്ന കാര്യം. അത്രമാത്രം കരച്ചില്ല. ആ എണ്ണ തേക്കുന്ന സമയത്ത് അവളെ കൊല്ലുന്നതിന് തുല്യമാണ്. അത്രയ്ക്ക് കരച്ചിലും ബഹളമായിരിക്കും. അടുത്തിരുന്ന് കാണുന്നതും ക്ഷമൂത്ത ആളാണ്. കുട്ടിയെ കുളിപ്പിക്കുന്നതൊക്കെ അവൾക്കൊരു കൗതുകമാണ്. അതുകൊണ്ട് എല്ലാം അടുത്തിരുന്ന് കണ്ടുകൊണ്ടേയിരിക്കും. ഈ എണ്ണ തേക്കുന്ന സമയത്ത് ആൾ നല്ല ബഹളമായിരിക്കും. കൈയും കാലും ഒക്കെ പിടിച്ച് കൈയെല്ലാം നല്ലപോലെ വഴക്കി എടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ റീൽസിലൊക്കെ പറയുന്നത് ഇവിടെ കൈയും കാലും പിടിക്കരുതെന്നൊക്കെ പറയുമെങ്കിലും വീട്ടിൽ ഇതൊക്കെ ഇപ്പോഴും ചെയ്തു പോരുന്നു. നാൽപ്പാമരാതി എണ്ണ തേച്ചാണ് നമ്മൾ കുളിപ്പിക്കുന്നത്. നാൽപ്പാമരാതി എണ്ണ നമ്മൾ കുളിപ്പിച്ച് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ അതാണ് തേച്ച് തുടങ്ങുന്നത്. നാൽപ്പാമരാതിയുടെ എണ്ണയാണ് അവൾക്ക് തേച്ച് കൊടുക്കുന്നത്. എണ്ണ തേച്ച് 10-15 മിനിറ്റ് അവൾക്ക് ശരീരത്തിൽ എണ്ണയൊക്കെ പിടിച്ചതിന് ശേഷം മാത്രമേ കുളിപ്പിക്കാറുള്ളൂ. നമ്മളിപ്പോൾ കുളിപ്പിച്ച് തുടങ്ങിയതിൻ്റെ അന്ന് മുതൽ നാൽപ്പാമരാതി എണ്ണയാണ് തേച്ച് തുടങ്ങുന്നത്. പിന്നെ ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത്. കൈച്ചൂടിൽ വെള്ളം ചൂടാക്കി എടുത്ത ശേഷം ആണ് ദേഹമെല്ലാം അതിൽ കുളിപ്പിക്കും. ശരീരമെല്ലാം കുളിപ്പിച്ചിട്ട് തല മാത്രം തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കും. എണ്ണ തേക്കലും കുളിയുമാണ് ഞങ്ങൾക്ക് ഒട്ടും പറ്റാത്തത്. കാര്യം ഈ ലോകം മൊത്തം അവൾ കുളിപ്പിക്കുന്ന അറിയിക്കും. ദേഹത്ത് വെള്ളം വീണ് തുടങ്ങുമ്പോഴേ അവൾ തുടങ്ങും. ശരീരം കുളിപ്പിക്കുമ്പോൾ പിന്നെയും കുഴപ്പമില്ല, ചൂടുവെള്ളത്തിലല്ലേ. തല നനയ്ക്കുമ്പോഴാണ് ഒട്ടും പറ്റാത്തത്. കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ശരീരത്ത് മോയ്സ്ചറൈസറും പൗഡറും ഒക്കെ ഇടാറുണ്ട്. ഡയപ്പർ ഇടുന്നതിന് മുമ്പ് റാഷസ് ക്രീമും ഇടുന്നുണ്ട്. ആ കുളിപ്പിച്ച ദേഷ്യത്തിലാണ് ആ മുടി പിടിച്ച് വലിക്കുന്നത്. ഡയപ്പർ റാഷ് ക്രീം ഇട്ടിട്ട് നമ്മളെപ്പോഴും പാമ്പേഴ്സ് ഇട്ട് കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ചൊറിഞ്ഞ് പൊട്ടുകയോ അല്ലെങ്കിൽ വെള്ളം അടിഞ്ഞ് ശരീരത്തിന് എന്തെങ്കിലും പറ്റുകയോ ചെയ്താൽ അത് പിന്നെ വലിയ മെനക്കേടായതുകൊണ്ട് റാഷ് ക്രീം എപ്പോഴും ഉപയോഗിക്കും. ഹിമാലയയുടെ റാഷ് ക്രീമാണ് എപ്പോഴും ഒക്കെ ഇടുന്നത്. അതുകൊണ്ട് പാമ്പേഴ്സ് ഇട്ട് തൊട്ട് മുമ്പേ റാഷ് ക്രീം ഇടും. നമ്മൾ പാമ്പേഴ്സ് അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല. രാത്രിയും പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞ് ആ റാഷ് ക്രീം ഇട്ട് പാമ്പേഴ്സ് ഇട്ട് കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ ആ കുളിപ്പിച്ച് കഴിഞ്ഞതിൻ്റെ മയക്കത്തിൽ അവൾ 1-2 മണിക്കൂർ നല്ലപോലെ ഉറങ്ങും. അപ്പോൾ ഇടയ്ക്ക് മൂത്രം ഒഴിക്കുമ്പോൾ ആളുണരും, നനവൊട്ടും പറ്റത്തില്ല. അപ്പോൾ ഉണരാതിരിക്കാൻ വേണ്ടിയാണ് റാഷ് ക്രീം ഇട്ടിട്ട് പാമ്പേഴ്സ് ഇട്ട് കൊടുക്കുന്നത്. ആ പാമ്പേഴ്സ് ഇടുമ്പോൾ മൂത്രത്തിൻ്റെ ഇത് അറിയാത്തത് നല്ല സുഖത്തിൽ ആളങ്ങ് ഉറങ്ങും. ആ ഒരു സമയം നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യാം. അതുകൊണ്ട് പാമ്പേഴ്സ് ആ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കും. പിന്നെ പാമ്പേഴ്സ് ഇട്ട ശേഷമാണ് പിന്നെ സെബാമെഡിൻ്റെ ഒരു സ്കിൻ ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ശരീരത്തിൽ മാത്രം ഇടത്തുള്ളൂ, ഫേസിലൊന്നും ഇടാറില്ല. ശരീരത്തും ദേഹത്തും കയ്യിലും മാത്രം ഇടും. കാലിൽ നമ്മൾ ആയുർവേദത്തിൻ്റെ ബേബി ഓയിലാണ് തേക്കുന്നത്. ഇപ്പം നല്ല വരണ്ട കാലാവസ്ഥ ആയതുകൊണ്ടാണ് ബേബി ഓയിൽ ഇപ്പോൾ കാലിൽ തേച്ച് കൊടുക്കുന്നത്. ശരീരത്തിൽ ഫുള്ള് നല്ലപോലെ ഈ സ്കിൻ ക്രീം ഇട്ട് കൊടുക്കും. അതും ഒരു മോയ്സ്ചറൈസറാണ്. ശരീരം വരണ്ടിരിക്കാനും തൊലി ഇളവാതിരിക്കാനും എപ്പോഴും സോഫ്റ്റായിട്ടിരിക്കാനുമാണ് ഞാനിത് എപ്പോഴും തേച്ച് കൊടുക്കുന്നത്. സ്കിൻ ക്രീം ഇട്ട ശേഷം അതിൻ്റെ മുകളിൽ പൗഡർ ഇട്ട് കൊടുക്കും. അത് സെബാമെഡിൻ്റെ പൗഡർ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പൗഡർ ഇടുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിനൊരു മണം കിട്ടാൻ. ആരെങ്കിലും എടുക്കുമ്പോൾ കുഞ്ഞിനെ എപ്പോഴും മണത്തിരിക്കേണ്ടത്. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായൊരു മണമില്ലേ. പക്ഷേ ഈ സെബാമെഡിൻ്റെ പൗഡറിന് വലിയ മണമൊന്നുമില്ല, ഒരു നാച്ചുറൽ മണം. കുഞ്ഞുങ്ങളുടെ മൂക്കിൽ തുളച്ച് കയറുന്ന മണമൊന്നുമില്ല. ഈ താങ്ങാൻ പറ്റുന്ന മണമാണ് സെബാമെഡിന്. പിന്നെ അത് ഇട്ട് കൊടുക്കുക. അത് വയറ്റിൽ കുറച്ച് ഇട്ടിട്ട് ശരീരത്തിൽ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കും. മുഖത്തും കുറച്ചിടും. പിന്നെ കഴുത്തിൻ്റെ ഇടുക്കിൽ, ചെവിയുടെ മടക്കിൽ, ഇവിടെയൊക്കെ വെള്ളം തട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് അവിടെ എല്ലാം കുറച്ച് പൗഡർ ഇടും. ഇല്ലെങ്കിൽ അവിടെയൊക്കെ വെള്ളം തട്ടി നിന്ന് അഴുകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ നല്ലപോലെ തുടച്ചിട്ട് അവിടെയൊക്കെ പൗഡർ ഇട്ട് കൊടുക്കാണ്ട്. കുഞ്ഞ് സ്കിന്നല്ലേ, എന്തെങ്കിലും പെട്ടെന്ന് വന്നാലോ, അതുകൊണ്ട് നല്ലപോലെ പൗഡറൊക്കെ ഇട്ട് കൊടുക്കും. എൻ്റെ മോക്ക് പിന്നെ ഇതൊന്നും ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടക്കും. ചില സമയത്ത് കരയും ചെയ്യും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പല പാട്ടുകൾ പാടിയാണ് അവളെ ഞാൻ ഒരുക്കുന്നത്. പൗഡർ നല്ലപോലെ കഴുത്തടിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ആൾക്ക് ഇഷ്ടമല്ല. പിന്നെ മുതുകത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. കമഴത്തിൽ കിടത്തി എൻ്റെ കൈക്കോട്ടിലോട്ട് കിടത്തിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒട്ടും ഇഷ്ടത്തോടെ ഞങ്ങൾ കരഞ്ഞ് നിലവിളിക്കുകയാണ്. ഒട്ടും ഇഷ്ടമല്ല അവർക്ക് ഇതൊന്നും. ബാക്ക് സൈഡും നല്ലപോലെ പൗഡർ ഇട്ട് കൊടുക്കണം. കാര്യം അവിടെയും കഴുത്തടിക്കിൽ വെള്ളം തട്ടി നിന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെയും പൗഡർ ഇട്ട് കൊടുത്തിട്ട് അവളെ കിടത്തിന് ശേഷമാണ് ഉടുപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോഴും ഞങ്ങൾ കരയുക തന്നെയാണ്. അതിന് മാത്രം ഒരു കുറവുമില്ല. ഞാൻ പല പാട്ടുകളും പാടി അവളെ ആശ്വസിപ്പിക്കാറുണ്ട്. പിന്നെ ഒരു പള്ളിയുടുപ്പ് ഇട്ട് കൊടുക്കും. ഇപ്പം നമ്മൾ ബനിയനോ ടീഷർട്ടോ അങ്ങനെ ഉടുപ്പുകളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. എപ്പോഴും പള്ളിയുടുപ്പ് തന്നെയാണ്. അവൾക്ക് 10-35 ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോഴും പള്ളിയുടുപ്പ് തന്നെ ഇട്ട് കൊടുക്കാറുള്ളത്. ആദ്യമൊക്കെ പള്ളിയുടുപ്പ് ഇട്ടാൽ കെട്ടാറില്ലായിരുന്നു. കുഞ്ഞിൻ്റെ ശരീരം നോവുമെന്ന് പറഞ്ഞ് കെട്ടത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന്
മുറുക്കി വെച്ച് കൊടുക്കും. കാര്യം ഇത് ഊരി ഊരി പോകാതിരിക്കാൻ നമ്മൾ എടുക്കുന്ന വഴിക്ക് കുഞ്ഞിൻ്റെ ഉടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറി നമ്മുടെ ഡ്രസ്സും കുഞ്ഞിൻ്റെ ശരീരമായിട്ട് തൊടുമ്പോൾ കുഞ്ഞിനെ നോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ച് കൊടുക്കും. കാര്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി മാറിയ ഉടുപ്പ് മാറിപ്പോയ കുഞ്ഞിന് നോവണ്ടെന്ന് കരുതി. ഈ കെട്ടുന്നത് തന്നെ കുഞ്ഞിന് ശരീരം നോവുമെന്ന് പറഞ്ഞാൽ, പക്ഷെ നമ്മൾ ഉടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കുഞ്ഞിന് നെഞ്ച് തണുപ്പൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് കെട്ടിക്കൊടുക്കും. ഇതെല്ലാം കെട്ടിക്കൊടുത്തതിന് ശേഷം ഇത്രയൊക്കെ ഉള്ളൂ. നിക്കറൊന്നും ഇപ്പോഴേ ഇട്ട് കൊടുക്കാറില്ല. ഞാൻ പിന്നെ ഇതെല്ലാം ഇട്ടതിന് ശേഷം കുഞ്ഞിനെ ആ കിടത്തി ടവൽ തന്നെ തിരിച്ചിട്ടിട്ട് അതിൽ കിടത്തി അവളെ പൊതിഞ്ഞെടുക്കുക. കുളിച്ചതേ ഉള്ളതുകൊണ്ട് ശരീരത്തിൽ നിന്ന് അധികം തണുപ്പ് വിട്ടുമാറി കാണത്തില്ല. അപ്പോൾ കുഞ്ഞ് നല്ലപോലെ തണുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ടവൽ തിരിച്ചിട്ടിട്ട് അതിൽ കിടത്തി അവളെ പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ടവലിൻ്റെ ഈ തല വയ്ക്കുന്ന ഭാഗം അവൾക്ക് കുറച്ച് വലുതാണ്. അതുകൊണ്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൈ കൊണ്ടൊന്ന് മടക്കി വെച്ച ശേഷമാണ് തല അതിലേക്ക് കയറ്റുന്നത്. എന്നിട്ട് അവളെ പൊതിഞ്ഞെടുക്കുക ചെയ്യും. അപ്പോഴും കരയുകയാണ്. ഇനിയിപ്പോൾ പാല് കുടിച്ചൊന്ന് ഉറങ്ങിയാലേ കുട്ടിക്ക് സമാധാനം വരുള്ളൂ. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടല്ലേ കുഞ്ഞിനെ പൊതിഞ്ഞ് വെച്ചില്ലെങ്കിൽ കുഞ്ഞിന് അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. കുഞ്ഞിനെ എപ്പോഴും പൊതിഞ്ഞ് വെക്കണം എന്നല്ലേ ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഫാനിൻ്റെ സ്പീഡൊക്കെ ഒന്ന് കുറച്ചിട്ട് അവളെ പൊതിഞ്ഞെടുത്ത് പാലൊക്കെ ഒന്ന് കൊടുത്തിട്ട് അവൾ ഞങ്ങൾ തറയിലോട്ട് കിടത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കളിമൂട് ഇറങ്ങി. കളിമൂട് ഓണായപ്പോൾ പിന്നെ കളി ഞങ്ങൾ തുടങ്ങി. കുറേ നേരം കിടക്കും. ഇപ്പം തന്നെ അവളെ മൂഡ് ചേഞ്ച് ആവും. ആ കളിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെ കരച്ചിലും തുടങ്ങും. ആ സ്വിച്ചിട്ട പോലെ കരയാൻ തുടങ്ങും. ആ കരയുന്ന സമയത്ത് തന്നെ നമ്മൾ അവളെ എടുത്ത് വാറ്റി ഞാൻ നല്ലപോലെ പാലൊക്കെ കൊടുത്ത് ഉറക്കാൻ നോക്കി. ആ കരച്ചിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ എടുക്കണം, അല്ലെങ്കിൽ കരച്ചിലിൻ്റെ ഒച്ച കേടും. അങ്ങനെ എടുത്ത് പാലൊക്കെ കൊടുത്ത് അവൾ നല്ലപോലെ ഉറങ്ങി. ഈ ഉറങ്ങുന്ന ഉറക്കം ഒരു 2-3-2.5 മണിക്കൂർ നല്ലപോലെ ഉറങ്ങും. ഈ ഉറക്കത്തിന് ശേഷം അവൾ എണീക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പാമ്പേഴ്സ് ഇട്ട് കൊടുത്ത്. കാര്യം ഇടയ്ക്ക് നനഞ്ഞാൽ പിന്നെ അതിൻ്റെ പേര് എണ്ണിക്കും, പിന്നെ കരച്ചിൽ ബഹളം കുഞ്ഞുറക്കോ ശരിയാവത്തില്ല. ഇങ്ങനെയാണ് കുഞ്ഞിൻ്റെ ഒരു ദിവസം.